ആദ്യമായി മൊയിൻ സാഹിബിനെയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് മൊയിൻ പറഞ്ഞ പോലെ ആ ഒരു ചൂട് പോകുന്ന മുന്നേ ഇങ്ങനെ കൂടുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ്. അപ്പോൾ നമ്മളിന്ന് 3 പേര് മലേഷ്യയിലൊപ്പമുണ്ടായ ഒരു അലൂമിനി അസോസിയേഷൻ പോലെയാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഞാനിന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മലേഷ്യക്ക് പുറത്ത്, അല്ലെങ്കിൽ ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അത്ര അറിയപ്പെടാത്ത വർക്കുകളെ കുറിച്ച് കുറച്ചും കൂടി ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുക. അതിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഇസ്ലാം ആൻഡ് സെക്യുലറിസം, അല്ലെങ്കിൽ മെറ്റഫിസിക്സ്, ജസ്റ്റിസ്, അല്ലെങ്കിൽ കോവനൻറ്റ്, ഇങ്ങനത്തെ വർക്കുകളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് ട്രജക്ടറിയിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിക്കാനാണ് ഞാൻ ചെറിയ ഒരു 20 മിനിറ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സയ്യിദ് നഖീബ് അൽ അത്താസ് ബാലവി തങ്ങന്മാരുടെ ഒരു പരമ്പരയിൽ വരുന്ന ഒരു കണ്ണിയാണ്. അദ്ദേഹത്തിൻ്റെ വല്യുപ്പ അബ്ദുള്ള ബിൻ മുഹ്സിൻ അൽ അത്താസ് ഹദ്രമൗത്തിൽ നിന്ന് ഒരു 1880s 1890s ആ ഒരു ടൈം പീരീഡിൽ ഇന്തോനേഷ്യയിലേക്ക് വരുന്നു. ജാവയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ ചരിത്രമാണ്. അദ്ദേഹം ഈ അബ്ദുള്ള ബിൻ മുഹ്സിൻ അൽ അത്താസ് എന്ന് പറയുന്നത് ഇന്ന് ബൊഗോർ, ഇന്തോനേഷ്യയിലെ ബൊഗോർ എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ മക്കാമ് സ്ഥിതി ചെയ്യുന്നൊരു ആളെ പേര് തന്നെ ബൊഗോർ മക്കാം എന്നാണ് ചിലപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം വേറെ തന്നെ രസകരമായ ഒരു സംഭവമാണ്. പക്ഷെ അധികം പോകുന്നില്ല. 1890s അദ്ദേഹം ജോഹോർ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഇന്ന് മലേഷ്യയിലുള്ള ജോഹോർ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കുറച്ച് കാലത്തേക്ക് പലായനം ചെയ്യുന്നു. അവിടെ വേറൊരു അത്താസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ചീഫ് മുഫ്തി ആയിരുന്ന സാലിഹ് ബിൻ അലി അൽ അത്താസ്, പേര് ഉറപ്പില്ല. അവിടുത്തെ ചീഫ് മുഫ്തി ആയിരുന്ന ഒരു സമയത്ത് ജോഹോറിലേക്ക് കുറച്ച് കാലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ജോഹോർ സുൽത്താൻ്റെ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. അവിടെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ആ സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന ഒരു മോന് മാത്രമാണ് ഉണ്ടാകുന്നത്, അലി ബിൻ മുഹ്സിൻ അൽ അത്താസ്. അദ്ദേഹത്തിൻ്റെ മോനാണ് സയ്യിദ് നഖീബ് അൽ അത്താസ്, പിന്നെ ഹുസൈൻ അൽ അത്താസ്, സയ്യിദ് അൽ അത്താസ്. 3 ആൺകുട്ടികളാണുള്ളത്. പക്ഷേ ഈ സ്ത്രീനെ കുറച്ചും കൂടിയും ഈ അടുത്ത് വെച്ച് ഒരു ലാസ്റ്റ് 10 കൊല്ലത്തിൽ കുറച്ചും കൂടിയും അന്വേഷണങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഇസ്തംബൂളിൽ നിന്നാണ് വരുന്നത്. ആരാണ് എന്താണെന്നുള്ളത് കുറച്ച് അവ്യക്തത ഉള്ളൊരു കാര്യമാണ്. പക്ഷെ തുർക്കിഷ് ആണോ, ജോർജിയൻ ആണോ, താർത്താരി ആണോ എന്നുള്ളത് കുറച്ച് അവ്യക്തത ഉള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും അബ്ദുള്ള ബിൻ മുഹ്സിൻ അൽ അത്താസ് കല്യാണം കഴിക്കുന്ന മുന്നേ സുൽത്താനിൻ്റെ ജ്യേഷ്ഠനോ അനിയൻ്റെയോ ഭാര്യയായിരുന്നു. അവർ മരണപ്പെട്ടപ്പോഴാണ് അബ്ദുള്ള ബിൻ മുഹ്സിൻ അത്താസ് കല്യാണം കഴിക്കുന്നത്. അതിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകുന്നു. പക്ഷെ അബ്ദുള്ള ബിൻ മുഹ്സിൻ അത്താസ് തിരിച്ച് ജാവയിലേക്ക് പോകുമ്പോൾ ഈ സ്ത്രീ വരാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ സുൽത്താൻ സമ്മതം നൽകാത്തത് കൊണ്ടോ സ്ത്രീ ജോഹോറിൽ തന്നെ ജീവിച്ചു പോകുന്നു. അവിടുന്ന് പിന്നെ ആ സ്ത്രീ ജോഹോറിലെ അന്നത്തെ ചീഫ് മിനിസ്റ്ററിനെ കല്യാണം കഴിക്കുന്നു. അതിൽ നിന്നും വേറെ കുറേ സന്തതികൾ വരുന്നു. അവരൊക്കെ ആ സന്തതികൾ, 3ാമത്തെ കല്യാണത്തിലുണ്ടാകുന്ന സന്തതികൾ എല്ലാവരും മലേഷ്യയിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകളാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം നഖീബ് അൽ അത്താസിൻ്റെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൽ ചുറ്റിപ്പറ്റിയായിരുന്നു. അദ്ദേഹം ഒരു ഹദ്രമി സയ്യിദിൻ്റെ ആ ഒരു ജാവയിലുള്ള സർക്കിളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അലി ബിൻ മുഹ്സിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാദർ ജാവയിലേക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ പോകുന്നു. സുക്കഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്ലാന്റേഷൻ നോക്കി നടത്തുന്നൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത്. അവിടെയാണ് നഖീബ് അൽ അത്താസ് ആദ്യത്തെ 5 കൊല്ലങ്ങൾ ജീവിച്ചു പോകുന്നത്. തിരിച്ച് അദ്ദേഹം ജോഹറിലേക്ക് പോകുന്നുണ്ട്, വന്നും പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സർക്കിളിൽ അദ്ദേഹം ഉണ്ടാകുന്നുണ്ട്. ഈ ഹദ്രമി സാദാത്യങ്ങളുടെ ഒരു സർക്കിളിൽ അദ്ദേഹം ചെറുപ്പകാലത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജോഹോറിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അവിടെ അദ്ദേഹം ഈ ജാവയിൽ ഉണ്ടായിരുന്നത് ഒരു പാരമ്പര്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണെങ്കിൽ ജോഹോറിൽ അദ്ദേഹം മിലിറ്ററി സ്കൂളുകളിലും കുറച്ചും കൂടി എലീറ്റ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ അദ്ദേഹം ജോഹോറിലേക്ക് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3ാമത്തെ കല്യാണം ഉണ്ടായിരുന്നല്ലോ,
ആ ഒരു സർക്കിളിലാണ് അദ്ദേഹം വളരുന്നത്. അദ്ദേഹത്തിൻ്റെ ടീനേജും കാര്യങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്താണ്. അപ്പം ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് വളരെ മലേ എന്നുള്ളൊരു ആശയത്തെ വളരെ പ്രോമിനൻ്റ് ആക്കി വെക്കുന്ന ഒരു സർക്കിളായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് മലേഷ്യയിലെ മലേ പാർട്ടി എന്ന് പറയുന്നത് അമ്നോ എന്ന് പറയുന്ന പാർട്ടിയാണ്. അമ്നോ ഇപ്പോൾ ഇല്ല, പക്ഷെ മലേ പാർട്ടി എന്ന് പറയുന്നത് അമ്നോൻ്റെ ഫൗണ്ടറായിരുന്നു ദാത്തോ ഓൻ ജാഫർ. ഓൻ ജാഫറിൻ്റെ കൂടെയായിരുന്നു നക്കീബുൽ അത്താസിൻ്റെ ഒരു ടീനേജ് കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ഒരു കാലഘട്ടത്തായിരുന്നു. പിന്നെ ഉങ്കു അസീസ് എന്ന് പറയുന്ന വേറൊരു അങ്കിൾ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മലേ ഹിസ്റ്ററി, മലേ കവിതകൾ, മലേ ലിറ്ററേച്ചർ അതിലൊക്കെ വളരെ ഡീപ്പായി പോകുന്ന ആളുകളായിരുന്നു. നക്കീബുൽ അത്താസ് പറയുന്നുണ്ട് അവരുടെ വീടുകളിലൊക്കെ മലേ മാനുസ്ക്രിപ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നക്കീബുൽ അത്താസിൻ്റെ ആ ഒരു കാലഘട്ടം ഈ മാനുസ്ക്രിപ്റ്റുകളും കവിതകളും ലിറ്ററേച്ചറൊക്കെ വായിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് വേൾഡ് വാർ ടുവിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു നക്കീബുൽ അത്താസ് 1931 ജനിക്കുന്നത്. വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് അദ്ദേഹം മിലിറ്ററി ട്രെയിനിങ്ങിലേക്ക് ചേരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം UK എത്തുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹം കുറച്ചും കൂടി സൂഫിസത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വായനകൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ജാമി, റൂമി അങ്ങനത്തെ വായനകളിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. പിന്നീടാണ് അദ്ദേഹം കാനഡയിൽ മെഗിലേക്ക് അദ്ദേഹം മാസ്റ്റേഴ്സിന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ മെഗിൽ പോകുന്ന സമയത്ത് അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാലഘട്ടമാണ്. മെഗിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന സെൻറ്റർ വിൽഫ്രഡ് കാൻഡൽ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഓറിയൻ്റലിസ്റ്റാണ് സെറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു കാലത്ത്, ഇത് വേൾഡ് വാർ ടുവിന് ശേഷമുള്ള ഒരു കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു സമയത്താണ് ഈ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അത് US ഫോർഡ് ഫൗണ്ടേഷൻ, റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ഒക്കെ കുറേ ഫണ്ടിങ് നൽകുന്നത് മുസ്ലിം ലോകങ്ങളിലേക്ക് കമ്മ്യൂണിസം എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അപ്പം അദ്ദേഹം കാൻഡൽ സ്മിത്ത് അദ്ദേഹത്തിൻ്റെതായ അജണ്ടകളുണ്ട്. അതായത് ഒരു ലിബറൽ ഇസ്ലാം എന്നുള്ളൊരു സംഭവത്തെ മുന്നോട്ട് വെക്കുക. അപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെതായ കുറേ കാഴ്ചപ്പാടുകൾ എന്താണ് ഇന്ന് കാണുന്ന ഒരു ലിബറൽ ഇസ്ലാം അല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന് ഒരു അറബ് സെൻട്രിക് അല്ലാത്തൊരു ഇസ്ലാമിനെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഫസ്ലുർ റഹ്മാൻ അവിടെ മെഗിലെത്തുന്നത്, സയ്യിദ് ഹുസൈൻ നസർ മെഗിലെത്തുന്നത്, ഇസൂട്സു ജാപ്പനീസ് സ്കോളറായിട്ടുള്ള ഇസൂട്സു മെഗിലെത്തുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് നക്കീബുൽ അത്താസ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സിനായിട്ട് 3 കൊല്ലം അവിടെ ചിലവാക്കുന്നത്. അവിടെ അദ്ദേഹം പഠിക്കുന്നത് മലേ പോയട്രി, പിന്നെ സൂഫി ലിറ്ററേച്ചർ, മലേ സൂഫി ലിറ്ററേച്ചർ, സൂഫി പോയട്രി, അതിനൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഠനം വരുന്നത്. പക്ഷെ അവിടെയാണ് അദ്ദേഹം ഇസൂട്സുവിൻ്റെ കുറേ ആശയങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് വരുന്നത്. പിന്നെ ഹുസൈൻ നസറിൻ്റെയും ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു നമുക്ക് അവിടെ നിന്നാണ് ഇങ്ങനെ തുടങ്ങി വരുന്നത്. ഇവരൊക്കെ എഴുത്തിൽ നമുക്ക് പ്രോമിനൻ്റായി കാണാൻ പറ്റുന്ന ഒരു വാക്കാണ് സിവിലൈസേഷൻ എന്നുള്ളൊരു സങ്കല്പം. ഇവർ വ്യത്യസ്തമായ കുറേ ഷെയ്ഡുകൾ ഉണ്ടെങ്കിലും ഇവരൊക്കെ ഒരു ക്ലസ്റ്ററായിട്ട് കാണുന്നത് സിവിലൈസേഷനാണ്. അപ്പം ഇന്ന് ഇപ്പോൾ നമ്മളുടെ അക്കാഡമിയിൽ കൾച്ചർ, മലേ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, മലയാളി കൾച്ചർ എന്ന് പറയുന്ന പോലെ ആ ഒരു കാലഘട്ടത്തിൽ സിവിലൈസേഷൻ എന്നുള്ളൊരു സംഘത്തിലൂടെയാണ് ഒരു കലക്റ്റീവിനെ ഉണ്ടാക്കുന്നത്. അപ്പം അതിലാണ് ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ ഉള്ളിൽ ഒരു ഇറാനിയൻ ഇർഫാനി സിവിലൈസേഷൻ പൊന്തി വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നക്കീബുൽ അത്താസിൻ്റെ വർക്കുകളിൽ ഒരു നുസാന്തറ എന്നുള്ള ഒരു സംഭവത്തിലൂടെ നുസാന്തറ റീജിയൻ അതിലെങ്ങനെ ഒരു കോമൺ സിവിലൈസേഷൻ പൊന്തി വരുന്നു എന്നുള്ള ആശയങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ തുടക്കത്തിലുള്ള വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പിന്നീട് 1965 വരെയാണെന്ന് തോന്നുന്നു അദ്ദേഹം കാനഡയിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം തിരിച്ച് പിന്നെ മലേഷ്യയിലേക്ക് വരുന്നുണ്ട്, ജോഹറിലേക്ക്, പിന്നെ കോലലംപൂറിലേക്കും. അപ്പോൾ ആ ഒരു 60s കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ ഒക്കെ മലയ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പം ഫസ്റ്റ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് തന്നെ മലയിലാണ് അദ്ദേഹം എഴുതുന്നത്. റങ്കായ റുബയ്യ എന്ന് പറയുന്നത് മലയിലുള്ള ഒരു വർക്കാണ്, മലയ പോയട്രിനെ കുറിച്ചിട്ടാണ്. പിന്നീട് 1963 സം ആസ്പെക്ട്സ് ഓഫ് സൂഫിസം ആസ് അണ്ടർസ്റ്റുഡ് ആൻഡ് പ്രാക്ടീസ്ഡ് അമോങ് മലേസ് എന്നുള്ളൊരു വർക്കാണ്. ഇത് കുറച്ചും കൂടി ഒരു സോഷ്യോളജിക്കൽ വർക്കാണ്. അപ്പം അത്താസിൻ്റെ വർക്കിൽ വളരെ അപൂർവമായിട്ടുള്ള 2-3 കൃതികളുള്ള ഒരു കുറച്ചും കൂടി ഒരു സോഷ്യോളജിക്കൽ ഫോക്കസ് ഉള്ള ഒരു വർക്കാണ് ഈ രണ്ടാമത്തെ വർക്ക്. അത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരുന്ന ഹുസൈൻ അൽ അത്താസിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഹുസൈൻ അൽ അത്താസ് ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു.
അദ്ദേഹം UK പഠിച്ചതെന്നാണ് എൻ്റെ ധാരണ. സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് സയ്യിദ് കോട്ടയിൽ നിന്ന് ആകെ ഉള്ള ഒരു ഏഷ്യൻ സ്കോളർ ഹുസൈൻ ലത്താസ് ആയിരുന്നു. മിത്ത് ഓഫ് ലേസി നേറ്റീവ് എന്ന് പറയുന്ന ഒരു വർക്ക് മാത്രമാണ് എഡ്വേർഡ് സയ്യിദ് അദ്ദേഹത്തിൻ്റെ ഓറിയന്റലിസത്തിൽ സൈറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഓറിയന്റലിസ്റ്റുകളാണ് എഡ്വേർഡ് സയ്യിദ് സൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ആകെ ഒരു ഏഷ്യൻ സ്കോളറിന് സൈറ്റ് ചെയ്യുന്നത് നക്കീബ് ലത്താസിൻ്റെ ജ്യേഷ്ഠനായിരുന്ന ഹുസൈൻ ലത്താസിനെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ രണ്ടാമത്തെ വർക്കിൽ കാണാൻ പറ്റും. പിന്നെ മൂന്നാമത്തത് ഒറിജിൻ ഓഫ് മലേഷ്യ, മലേ പോയട്രീൻ്റെ ഒറിജിനെ കുറിച്ചിട്ടാണ്. അത് 68 വരുന്നത്. ഈ 68 കാലഘട്ടത്തും അന്ന് ഈ ഒരു പുസ്തകം ഏതാനും അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മലേഷ്യ ഇൻഡിപെൻഡൻസിന് ശേഷം കുറേ ഡിബേറ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മലേ നാഷണൽ ഭാഷ ആവേണ്ട ആവശ്യമുണ്ടോ? മലേഷ്യയിൽ ചൈനീസുകാരുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, വേറെയും ഭാഷക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മലേ ഭാഷ എന്തുകൊണ്ട് ഒഫീഷ്യൽ ഭാഷയാകണം എന്നുള്ള കുറേ ഡിബേറ്റുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് അദ്ദേഹം ഈ ഒരു വർക്കുകൾ പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ അദ്ദേഹം 68 തന്നെ ഈ ഒരു ടൈമിൽ തന്നെ വളരെ പബ്ലിസൈസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഡിബേറ്റ് നടത്തുന്നുണ്ട് ഒരു ചൈനീസ് സ്കോളറായിട്ട്. ചൈനീസ് ഭാഷയാണോ മലേ ഭാഷയാണോ ഇവിടുത്തെ മലേഷ്യൻ്റെ ഒരു സിവിലൈസേഷണൽ ഭാഷയായി മാറേണ്ടത് എന്നുള്ള ചർച്ചയിൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നക്കീബ് ലത്താസ് ജയിച്ചു എന്നാണ് അതിൽ കാണുന്നത്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഡീപ്പായിട്ടുള്ള അറിവില്ല. പിന്നീട് 69 റണീതി ആൻഡ് ദ വുജൂദി ഓഫ് 17th century അച്ചെ. പിന്നെ അതിനുശേഷം എ ജനറൽ തിയറി ഓഫ് ഇസ്ലാമൈസേഷൻ ഓഫ് മലേ ഇന്തോനേഷ്യൻ ആർച്ചിപ്പലഗോ. പിന്നെ 1970 ദ മിസ്റ്റിസിസം ഓഫ് ഹൻസ ഫൻസൂരി. 1970 തന്നെ ദ കറക്റ്റ് ഡേറ്റ് ഓഫ് തെലങ്കാന ഇൻസ്ക്രിപ്ഷൻ. പിന്നെ പോസ്ക്രിപ്റ്റ് ടു ദ ഒറിജിൻ ഓഫ് മലേഷ്യ ഇസ്ലാം. പിന്നെ ഒരു 1972 ഒരു മലേ വർക്ക് വരുന്നുണ്ട്, ഇസ്ലാം ദലം സജറ ഖാൻ കബുഡയാൻ മലായു എന്ന് പറയുന്നത്. ഒരു മലേ ഹിസ്റ്ററിയും സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ 77 ഇസ്ലാം വഹാം അഗമ്മ അസസ് അഖ്ലാഖ്. ഇതുവരെ 77 വരെ ഞാൻ ഈ പറഞ്ഞ വർക്കുകളൊക്കെ മലേ ഹിസ്റ്ററി, മലേ പോയട്രി, മലേ ലിറ്ററേച്ചർ അതിനെ ഒന്നിട്ടുള്ള വർക്കുകളാണ്. പക്ഷെ എന്നാലും തന്നെ നമുക്കതിൽ അദ്ദേഹത്തിന് പിന്നീട് വരാനുള്ള വർക്കിൻ്റെ സീഡ്സ് കാണാൻ പറ്റും. സിവിലൈസേഷൻ എന്നുള്ളൊരു സംഭവം, ഇസ്ലാം എന്നുള്ളൊരു സംഭവം, അദബ്, ഇതൊക്കെ അതിൻ്റെ സീഡുകൾ ഈ വർക്കുകളിൽ കാണാൻ പറ്റും. പിന്നീടാണ് 78 അദ്ദേഹത്തിൻ്റെ പ്രോബബ്ലി ദ മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഇസ്ലാം ആൻഡ് സെക്യുലറിസം എന്നുള്ള വർക്ക് 78 ഇറങ്ങുന്നത്. അവിടെയും നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു മുസ്ലിം ലോകം അല്ലെങ്കിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ആക്സസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനെ കോണ്ടെക്സ്റ്റ് ഇല്ലാത്തൊരു ടെക്സ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും 78 അദ്ദേഹം ഈ ഇറക്കുന്ന ഒരു സമയത്ത് നമ്മൾ 75, 74 ആ സമയം മുതൽ ഇന്തോനേഷ്യയിൽ വളരെ കത്തി നിൽക്കുന്ന ഒരു ചർച്ചയായിരുന്നു സിവിലൈസേഷൻ എന്താണ് എന്നുള്ളൊരു സംഭവം. അപ്പം അവിടെ ഈ സംസ്ഥാനം എന്ന് പറയുന്ന പോലെ അവിടുത്തെ വെസ്റ്റ് ജാവയിലുള്ളവർ അവരുടെ ഇടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇസ്ലാം എന്നുള്ളൊരു സംഭവം ദീന് ഉണ്ട്, പിന്നെ സിവിലൈസേഷനും ഉണ്ട്, രണ്ടും കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. നേരെ മറിച്ച് ചില പണ്ഡിതന്മാർ അതിന് കൗണ്ടറാക്കി കൊണ്ട് പറഞ്ഞു, ദീന് എന്ന് പറയുന്ന സംഭവം വേറെയാണ്, സിവിലൈസേഷൻ വേറെയാണ്. സിവിലൈസേഷൻ എന്നുള്ളത് മനുഷ്യനിർമ്മിതിയാണ്, അത് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോൺസ്ട്രക്റ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദീന് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫിക്സ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള, നമ്മളിന്ന് ദീനീപരമായിട്ടുള്ള എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ദീൻ എന്നുള്ളൊരു ഡിബേറ്റ് നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൂടെ ഈ ഇവരെ ഇടയിലുള്ള ചർച്ചകളെ കൂടാതെ തന്നെ മോഡേണിസ്റ്റുകളായിട്ടുള്ള, ലിബറലിസ്റ്റുകളായിട്ടുള്ള മുഷോലിഷ് മജിദ് എന്നുള്ള പറയുന്ന വർക്കുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്തോനേഷ്യയിൽ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടക്ക് കൂടി ഈ പുസ്തകത്തെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. 78 അബിയും അവിടുത്തെ മുസ്ലിം യൂത്ത് പാർട്ടി ആയിട്ടുള്ള അബിയും ഇറക്കുന്ന ഒരു പുസ്തകമാണ് ഇസ്ലാം ആൻഡ് സെക്യുലറിസം എന്നുള്ളത്. അതിനെക്കുറിച്ച് റഷീദും സുൽക്കും കുറച്ചും കൂടി ഡീപ്പായി സംസാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അവിടെയും നമുക്ക് ഈ ഒരു കുറച്ചും കൂടി കോണ്ടെക്ച്വൽ ആയിട്ടുള്ള ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നക്കീബ് ലത്താസിന്റെ ഡെപ്തിനെ മനസ്സിലാക്കാൻ പറ്റും.
ഞാൻ ഇനി അധികം സമയം എടുക്കുന്നില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ മലേ പോയട്രി, മലേ ഹിസ്റ്ററീനെ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് ചർച്ചയിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ആഴത്തിൽ സംസാരിക്കാം. മലേ പോയട്രി എന്നുള്ളത് നക്കീബുൽ അത്താസിൻ്റെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ഇസ്ലാമൈസേഷൻ എന്നുള്ളൊരു സംഭവം മലേ ലോകത്തെ, അല്ലെങ്കിൽ അദ്ദേഹം നുസാന്തറ, ഇന്നത്തെ മലേഷ്യ, ഇന്തോനേഷ്യ, ബ്രൂണൈ, ഫിലിപ്പീൻസിൻ്റെ ചില ഭാഗങ്ങൾ, തായ്ലാൻഡിൻ്റെ ചില ഭാഗങ്ങൾ, മുസ്ലിം ആർച്ചിപ്പലഗോ, ഈ ഒരു മുസ്ലിം ആർച്ചിപ്പലഗോനെ നുസാന്തറ എന്ന് വിളിക്കുന്ന ഒരു ഏരിയന് ഇസ്ലാമൈസേഷൻ എന്നുള്ളൊരു സംഭവം നടക്കുന്നത് നക്കീബുൽ അത്താസ് വാദിക്കുന്നത് മലേ പോയട്രിയിലൂടെയാണ്. അദ്ദേഹം പറയുന്നത് ഹംസ ഫൻസൂരി എന്നുള്ള ഒരു സൂഫി സ്കോളർ, അദ്ദേഹത്തിൻ്റെ ഒറിജിൻ വ്യക്തമല്ല, അദ്ദേഹം അറബാണോ യമനിയാണോ ഗുജറാത്തി ആണോ എന്നുള്ള അവ്യക്തത ഉണ്ടെങ്കിലും അദ്ദേഹം അച്ചയിലേക്ക് പാലായനം ചെയ്യുന്ന ഒരു സ്കോളറാണ്. വളരെ ആഴത്തിലുള്ള ഒരു 2 പ്രാവശ്യം അദ്ദേഹം വന്നു പോകുന്നുണ്ട്. ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ വരുന്നു, പിന്നീട് തിരിച്ച് മക്കയിലേക്ക് പോയി തിരിച്ചു വരുന്നു. ഈ 2ാമത്തെ വരവിലാണ് അദ്ദേഹം മലൈ ഭാഷയിൽ ഈ സൂഫി ആയിട്ടുള്ള സൂഫിക് വളരെ ആഴത്തിലുള്ള ആശയങ്ങൾ ഒരു അറബിക് പേർഷ്യൻ പോയട്രിൻ്റെ ബൈത്തിലൂടെയും അതിൻ്റെ മക്കാമും കാര്യങ്ങളും റദിഫും അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം മലൈ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയാണ് നക്കീബുൽ അത്താസ് പറയുന്നത് ഇസ്ലാമൈസേഷൻ്റെ സ്റ്റാർട്ടിങ് നടക്കുന്നത്. നക്കീബുൽ അത്താസ് എത്രത്തോളം പറയുന്നു എന്ന് പറഞ്ഞാൽ മലൈ മോഡേണിറ്റി എന്ന് പറയുന്നത് ആ ഒരു മൂമെൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് ഇസൂട്സുവിൻ്റെ നോഷനിലൂടെയാണ്. അതായത് ഒരു ഭാഷയ്ക്ക് അതിൻ്റെ ഒരു മാജിക്കൽ കപ്പാസിറ്റി എങ്ങനെയാണ് മനുഷ്യരിൽ സിവിലൈസേഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളൊരു ഇതിലൂടെയാണ് അദ്ദേഹം അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അത്രത്തോളം മലൈ ഭാഷ അറിയില്ല. അദ്ദേഹം വളരെ ഡീപ്പായി പോകുന്നുണ്ട്. എങ്ങനെ ഇതിന് മുന്നേ മലൈ പോയട്രി ഇതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നില്ല. സംബാഹ്യ എന്ന് പറയുന്ന വാക്ക്, അർപ്പണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു അർത്ഥത്തിൽ മാറ്റം വരുമ്പോൾ ഒരു കൾച്ചറിൽ മാറ്റം വരുന്നു, അവരുടെ വേൾഡ് വ്യൂവിൽ മാറ്റങ്ങൾ വരുന്നു, ഒരു ജനറേഷനലി അങ്ങനെ മാറ്റങ്ങൾ നടക്കുന്നു. അത് അദ്ദേഹം ഫൻസൂരിൻ്റെ ഒരു പോയട്രിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൻസൂരിൻ്റെ പോയട്രിയിൽ തന്നെ ഇബ്നു അറബിൻ്റെ കുറേ ആശയങ്ങൾ വരുന്നുണ്ട്. അത് പിന്നീട് വന്നിട്ടുള്ള ഇതേപോലെ തന്നെ ഒരു പാലായനം ചെയ്ത ഒരു സ്കോളർ അച്ചയിൽ തന്നെ റനീരി എന്ന് പറയുന്ന ഒരു സ്കോളർ കുറേയൊക്കെ എതിർക്കുന്നുണ്ട്. ഇബ്നു അറബീൻ്റെ കുറേ ആശയങ്ങളെ എതിർത്തുകൊണ്ട് റനീരി ചെയ്തിട്ടുണ്ട്. അതും ഒരു പോയറ്റിക് സ്റ്റൈലിലാണ് മുന്നോട്ട് വെക്കുന്നത്. അവിടെയും ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഫൻസൂരി, റനീരി, പിന്നീട് വരുന്ന കുറേ ആളുകളൊക്കെ ആ ഒരു അറബിക് പേർഷ്യൻ പോയറ്റിക്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് മലൈ ഭാഷേനെ ഡെവലപ്പ് ചെയ്തത്, അതിലൂടെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഈ നാടുകളിലൊക്കെ വരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ മലൈ ഷിയറിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ഒരു ലൈനിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇതാണ് പിന്നീട് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സെക്യുലറിസം എന്നുള്ളൊരു സംഭവം എങ്ങനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ റപ്ചർ കൊണ്ടുവരുന്നു, ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സബ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലാണ് അദ്ദേഹം പറയുന്നത്. മലൈ ലോകത്തിന് സന്തറയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇസ്ലാമൈസേഷൻ വളരെ പീസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊളോണിയലിസത്തിലൂടെയും സെക്യുലറിസത്തിലൂടെയും ഒക്കെ റപ്ചറായി വന്നിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെയാണുള്ളത്. ഇത് മലൈ ലിറ്ററേച്ചർ, മലൈ പോയട്രി. 2ാമത് അദ്ദേഹം കുറേ വർക്ക് ചെയ്തിട്ടുള്ളത് മലൈ ഹിസ്റ്ററീനെ വെച്ചിട്ടാണ്. അതിൽ അദ്ദേഹം തെലങ്കാനു സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സംഭവം 1970 അദ്ദേഹം എഴുതുന്നുണ്ട്. അത് 1300കളിൽ എന്ന് പറയപ്പെടുന്ന ഒരു കാലത്ത് എഴുതിയിട്ടുള്ള ഒരു ശിലാലിഖിതം 1890s ആ ഒരു കാലഘട്ടത്ത് തെലങ്കാനു എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കാണുന്നു. ഒരു ഫ്ലഡ് വെള്ളം തിരിച്ചിറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു കല്ല് കിട്ടുന്നു. അതിൽ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഇവിടെ ഇസ്ലാം ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് 1300കളിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇതിൽ കുറേ വർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ടൈം പീരീഡ് അദ്ദേഹം ഓറിയന്റലിസ്റ്റുകൾ കുറേ ഇതിനെ പിന്നീടാണ് അതിനെ ഡേറ്റ് ചെയ്യുന്നതെങ്കിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇത് 1300കളിൽ വളരെ ഏർലി ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലാണ് ഇവിടെ ഇസ്ലാം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ
ഒരു ലീനിയേജ് ആയിട്ടുള്ള ബാലവി തങ്ങന്മാരുടെ ഒരു പ്രസൻസ് എങ്ങനെയാണ് ഇതിനെ അടയാളപ്പെടുത്തുന്നതെന്ന് കാണിക്കുന്നുണ്ട്. സാഹിബ് മിർബാത്ത് ആയിട്ടുള്ള ഹദ്രമൗത്തിലുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ബാലവി സയ്യിദിൻ്റെ സന്തതികൾ എങ്ങനെ വളരെ നേരത്തെ തന്നെ ഈ കംബോഡിയ മുതൽ ബ്രൂണൈ വരെ ഉള്ള നാടുകളിൽ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ എത്തുന്നു. അവിടെ ദാവ, അവരുടേതായ തരീഖ് അലവിയുടേതായ ശൈലിയുള്ള ദാവ നടത്തിക്കൊണ്ട് ഇസ്ലാം അവിടെ കൊണ്ടുവരുന്നു ഉള്ളത് അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് ഹിസ്റ്ററിയിൽ. അതിൽ നിന്നാണ് പിന്നീട് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് കൊണ്ടാണ് ഹംസ ഫൻസൂരിൻ്റെ ഒരു വർക്ക് ദാവക്കപ്പുറം വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടി ഒരു 1500s മുതൽ ഈ നുസന്ത്ര റീജൻസിൽ നടക്കുന്നുണ്ട്. ഇതിലൂടെ ഒക്കെയാണ് ഇസ്ലാമൈസേഷൻ എന്നുള്ളൊരു സംഭവം ഈ ഒരു റീജിയനിൽ വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യ അതിൻ്റേതായ ഒരു ഫലമായിട്ടാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വലി അദ്ദേഹം വളരെ ബ്രോഡാണെങ്കിലും വഹദത്തുൽ വുജൂദ് വളരെ അങ്ങനത്തെ കുറേ ആഴത്തിലുള്ള ആശയങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫ് കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൊടുന്ന കുറേ കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ചിലപ്പോൾ ഈ മലേഷ്യ, ഇന്തോനേഷ്യക്ക് പുറത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നാമത് കുറേ വർക്കുകളൊക്കെ മലയിലാണ്. രണ്ടാമത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുഹൈൽക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറേ കിതാബുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ വർക്കുകൾ ചിലപ്പോൾ ഒരു ബ്രോഡർ ഓഡിയൻസിന് കിട്ടാറില്ല. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക് സെക്കുലറിസം ആവട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെറ്റഫിസിക്സോ മറ്റേ കാര്യങ്ങളൊക്കെ കാട്ടി എത്രയോ ഒറിജിനൽ ആയിട്ടുള്ള വർക്ക് ഇങ്ങനത്തെ ഈ ഒരു ഇതിലാണ് അദ്ദേഹത്തിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.